ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് വളരെ സിമ്പിൾ ആണ് അല്ലെ? നമുക്ക് കേൾക്കുമ്പോൾ വളരെ ദ പവർ ഓഫ് നൗ. ഇപ്പോഴത്തെ പ്രത്യേകത പലർക്കും ചിന്തിച്ചാൽ പോലും കിട്ടില്ല, ഇത് എന്തായിരിക്കും ഇന്ന് ഇപ്പോഴത്തേക്ക് എന്ത് പ്രത്യേകതയുള്ളതെന്ന്. പക്ഷെ നമ്മുടെ ജീവിതം മാറ്റാൻ കഴിയുന്ന വലിയൊരു വിഷയമാണ് ദ പവർ ഓഫ് നൗ. നമ്മൾക്ക് പലർക്കും ജീവിതം മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. ചിലർക്ക് പണം വേണം, ചിലർക്ക് ആരോഗ്യം വേണം, ചിലർക്ക് ബന്ധങ്ങളിൽ സമാധാനം വേണം, കോൺഫിഡൻസ് വേണം, അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യണം, മാനിഫെസ്റ്റേഷൻ നടക്കണം. ഇതിലേതെങ്കിലുമൊക്കെ ഗോൾ നമുക്കൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള പല ഗോളുകളും പലർക്കും ഉണ്ട്. പക്ഷെ ഒരു വലിയൊരു സത്യമുണ്ട്, എന്താണെന്നറിയോ? ജീവിതം മാറുന്നത് നാളെയല്ല. കാരണം നമ്മൾ ഈ പറയുന്നത് നാളെയാണ്. ജീവിതം മാറുന്നത് ഇപ്പോഴാണ്, നാളെയല്ല. വിശദീകരിക്കാം. ഇപ്പോൾ നമ്മളുടെ പലരും ജീവിക്കുന്നത് ഇന്നല്ല, ഇന്നലകളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ചിന്തകൾ എന്താണെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പലരും, ഇപ്പൊ എല്ലാവരും പറയും ചിലരുടെയെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ ചിന്തിക്കാം, അന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നിങ്ങളുടെ പവർ ഇരിക്കുന്നത് പാസ്റ്റിലും അല്ല ഫ്യൂച്ചറിലും അല്ല, അതിരിക്കുന്നത് ഇപ്പോഴാണ്. പവർ, നമ്മുടെ പവർ മുഴുവൻ ഇരിക്കുന്നത് നൗവിലാണ്, ഇപ്പോഴാണ്. ഈ നൗ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ആദ്യം തന്നെ നമ്മൾ നോക്കുക. നൗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ പലപ്പോഴും നൗ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുക ക്ലോക്കിനെ പറ്റിയിട്ടാണ്. നൗ ഇപ്പോഴത്തെ സമയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ക്ലോക്കിൽ നോക്കും. നൗ ടൈം എത്രയാണ്? അതെ, അത് തന്നെയാണ് സമയം, ശരി. പക്ഷേ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഈ നൗ എന്ന് പറഞ്ഞാൽ ഈ പ്രസന്റ് മൊമെന്റിൽ നിങ്ങളുടെ കയ്യിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ കയ്യിലാണ്. എന്ത് ചിന്തിക്കണം, ആ ചിന്ത നിങ്ങളുടെ കയ്യിലാണ് കിടക്കുന്നത്. നിങ്ങളുടെ ഇമോഷൻസ് അത് നിങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങളുടെ ഡിസിഷൻസ്, നിങ്ങളുടെ തീരുമാനങ്ങൾ അത് നിങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങളുടെ ആക്ഷൻ അത് നിങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങളുടെ അവയർനെസ് അതും നിങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങൾ ഉറപ്പിച്ച് മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾക്കൊരിക്കലും പാസ്റ്റ് പോയിട്ട് മാറ്റാൻ കഴിയില്ല. നടന്നു കഴിഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ബാക്കിലേക്ക് പോയിട്ട് മാറ്റാൻ സാധിക്കില്ല. അതിലൊരു സംശയവും വേണ്ട. ആ സിനിമയിൽ മാത്രമേ നടക്കുള്ളൂ റീടേക്ക് എന്ന് പറഞ്ഞത്. ഒരു ഫിലിം ഷൂട്ട് ചെയ്ത് ശരിയായാലേ ഒന്നും കൂടി അവർക്ക് റീടേക്ക് ചെയ്യാം. പക്ഷെ ജീവിതത്തിൽ അത് നടക്കാൻ പോകുന്നില്ല. അത് ആക്സെപ്റ്റ് ചെയ്യുക, വേറെ ഒരു മാർഗവും ഇല്ല. നടന്നു കഴിഞ്ഞ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഒന്നും സാധ്യമല്ല. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്നേ ഉള്ളൂ. അതിലും നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അത് പോയിട്ട് നിങ്ങൾക്ക് മാറ്റാനൊന്നും പറ്റില്ല. അത് വരുമ്പോൾ അത് പ്രസന്റൻസിലാണ് വരിക. ആ പ്രസന്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രസന്റിലാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, അതാണ് നൗ. നിങ്ങളുടെ കയ്യിലുള്ള ഒരേ ഒരു സാധനം നൗ ആണ്. പാസ്റ്റും ഫ്യൂച്ചറും നിങ്ങളുടെ കയ്യിലല്ല. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ചിന്ത വേണമെങ്കിൽ മാറ്റാം, നിങ്ങളുടെ ശ്വാസം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തീരുമാനം എടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗോൾ എഴുതാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു നെഗറ്റീവ് ചിന്ത വേണമെങ്കിൽ ഒഴിവാക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് ഇപ്പോഴേ സാധിക്കും. ഈ ഒരു നിമിഷത്തിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോള് ഇരിക്കുന്നത് പാസ്റ്റിലോ ഫ്യൂച്ചറിലോ അല്ല, അത് ഇപ്പോഴാണ്, നൗവിലാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇപ്പോ ഉള്ള നിമിഷത്തിലാണ്, നിങ്ങളുടെ കയ്യിലാണ് ആ റിമോട്ട് ഇരിക്കുന്നത്. ഇപ്പോഴ് ഈ നൗവിൽ മാത്രമേ നിങ്ങൾക്ക് അത് സാധിക്കുള്ളൂ. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ശരീരം ഇപ്പൊ ഇരിക്കുന്നത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, പക്ഷെ മനസ്സിരിക്കുന്നത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. പലരുടെയും സ്ഥിതി അതാണ്. ചിലപ്പോൾ പാസ്റ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക, പ്രസന്റിലല്ല നമ്മുടെ മനസ്സുണ്ടാവുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരം ക്ലാസ്സിലായിരിക്കും ഉണ്ടാവുക, പക്ഷെ മനസ്സ് ഇരിക്കുന്നത് പണ്ടെപ്പോഴും ഇന്നലെ എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. അതുമാതിരി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണെന്ന് വിചാരിക്കാം, നമ്മുടെ ശരീരം പ്രാർത്ഥിക്കുന്നുണ്ടാവും, മനസ്സ് ചിലപ്പോൾ തലേന്ന് നടന്ന എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ ആയിരിക്കും. ഇപ്പൊ ചിലപ്പോൾ ബോഡി ചിലപ്പോൾ ഉണ്ടാവുക വീട്ടിലായിരിക്കും, പക്ഷെ മനസ്സിൽ ഏതെങ്കിലും പണ്ട് നടന്ന ഏതെങ്കിലും സംഭവങ്ങൾ, ഏതെങ്കിലും മുറിവ്, ഏതെങ്കിലും നമ്മൾ വിഷമിച്ച് ഏതെങ്കിലും കാര്യത്തിലൊക്കെ ആയിരിക്കും മനസ്സ് കിടക്കുന്നുണ്ടാവുക. ഒരു കാര്യമില്ല, നിങ്ങൾക്ക് അത് ഒരിക്കലും നമുക്ക് പോയിട്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല നടന്ന കാര്യങ്ങൾ. ചിലപ്പം ചില ആൾക്കാർ ഇന്ന് ഗോളൊക്കെ എഴുതും, എനിക്ക് ഗോൾ വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ ചെയ്യണേ? ഗോൾ എഴുതായിരിക്കും. പക്ഷെ മനസ്സിലെന്താ നടക്കുക? സംശയമായിരിക്കും. പണ്ട് ഞാൻ ചെയ്തപ്പോൾ ശരിയായില്ല, ഇത് ശരിയാവോ? ഇതൊക്കെ ഭാവി പ്രസന്റൻസിലല്ല നമ്മൾ ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കത് ചെയ്യാൻ നമ്മൾ മനസ്സിനെ പരിശീലിപ്പിക്കണം, മൈൻഡ് ട്രെയിനിങ് ചെയ്യണം. അപ്പോഴാണ് നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുക. MM30 ഞങ്ങൾ
ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇതാണ്. മനസ്സിനെ എങ്ങനെ ഗോളിലേക്ക്, ഇപ്പോൾ ആക്ഷനിലേക്ക്, ഇപ്പോൾ എങ്ങനെ പോസിറ്റീവ് സ്റ്റേറ്റിൽ എങ്ങനെയാണ് കൊണ്ടുവരിക, ഇതൊക്കെ ഞങ്ങൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് ആൾക്കാരെ കൊണ്ട്. ഇപ്പൊ നമുക്കൊരു കാര്യം നോക്കാം. നമുക്ക് പാസ്റ്റിൽ ഒരു മനസ്സ് പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ നോക്കാം. പാസ്റ്റിൽ കുടുങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പൊ എന്താണ് ഈ പാസ്റ്റിൽ പെട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ അതിനെ ഒന്നും ചെയ്യാതെ അതും തലയിൽ താങ്ങി ഇങ്ങനെ നടക്കുക, ഒരു ഭാരം താങ്ങി ഇങ്ങനെ നടക്കുക. പണ്ട് നടന്ന കാര്യങ്ങൾ ഇപ്പോഴും നമ്മളിങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുകയായിരിക്കും ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറയാം, ഒരു കഥ പറഞ്ഞുതരാം. ഒരു ഗുരുവും ശിഷ്യനും കൂടി ഒരു പുഴ കടന്ന ഒരു കഥയാണ്. ഗുരുവും ശിഷ്യനും കൂടി ഒരു പുഴ കടക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഇവരുടെ ഈ ആശ്രമത്തിലെ പ്രത്യേകത വെച്ചാൽ അവർ സ്ത്രീകളെ ഒന്നും അടുപ്പിക്കില്ല, സ്ത്രീകളുമായിട്ട് സംസാരിക്കില്ല, സ്ത്രീകളുമായിട്ട് വളരെ വെട്ടു നിൽക്കുന്ന ഒരു അന്തരീക്ഷമുള്ള ഒരു ആശ്രമമാണ്. അവർ സ്ത്രീകളുമായിട്ട് സംസാരിക്കുന്നത് പോലും അവർക്ക് നിഷിദ്ധമാണ്. അങ്ങനെയുള്ള അവസരത്തിൽ അവർ പുഴ കടക്കാൻ വന്ന് നിൽക്കുമ്പോൾ ഒരു യുവതിയായ ഒരു സ്ത്രീ പുഴ കടക്കാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അവർക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് അപ്പുറം കടന്നേ പറ്റും, വളരെ അത്യാവശ്യമാണ്. അവർ കരയാണ് അവിടെ നിന്നിട്ട്, എനിക്കൊന്ന് അങ്ങോട്ട് കടക്കണം, എന്നെ സഹായിക്കും ചോദിച്ച് കരയാണ്. അപ്പോ ഈ ഗുരു നല്ല പ്രായമുണ്ട്, 10-80 വയസ്സിന് മുകളിലുണ്ട്. അദ്ദേഹം ഒന്നും ആലോചിച്ചില്ല, ഈ യുവതിയെ എടുത്തു പൊക്കി പുഴ നീന്തി കടന്നു, അപ്പുറത്തി യുവതി അവിടെ ഇറക്കി അദ്ദേഹം യാത്ര തുടർന്നു. അപ്പോൾ ശിഷ്യനും കൂടിയുണ്ട്, ശിഷ്യൻ യുവാവാണ്. അവർ രണ്ടുപേരും യാത്ര തുടർന്നു. പക്ഷെ ശിഷ്യന്റെ മനസ്സിൽ അപ്പോഴത്തേക്കും പ്രശ്നങ്ങൾ തുടങ്ങി. ഇങ്ങനെ ഗുരു ചെയ്തത് ശരിയായോ, ഞങ്ങളുടെ ആശ്രമത്തിന്റെ ആചാരങ്ങൾ പ്രകാരം ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ള ചിന്ത ഇയാളെ അലട്ടാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസം ഇയാൾക്ക് പിന്നെ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല. ആർക്ക്? ശിഷ്യന്. ഇയാൾ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, ചെയ്യുന്നതിലൊന്നും ശ്രദ്ധയില്ല, ഒരു കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഗുരു ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്, ഇയാളുടെ പ്രവർത്തികളൊന്നും ശരിയാവുന്നില്ല, ഇയാൾക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല, എപ്പോഴും ചിന്തയോട് ചിന്ത തന്നെ. അപ്പൊ അവസാനം ഗുരു ശിഷ്യനെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, എന്താ നിന്റെ പ്രശ്നം, എന്താണ് നിന്റെ പ്രശ്നം, നീ എന്ത് പറ്റി ഇങ്ങനെ ഇത്ര ഇതിൽ വിഷമം? അവസാനം ശിഷ്യൻ പറയാണ്, ഗുരു അന്ന് നമ്മൾ ഒരു യുവതീനെ പുഴയുടെ കടവിൽ ഇറക്കിയത് ഓർമ്മയുണ്ടോ? പറഞ്ഞു ഓർമ്മയുണ്ട്, നമ്മൾ എടുത്ത് അത് ചെയ്തത് ശരിയായോ, അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടുണ്ടോ, നമ്മുടെ ആശ്രമത്തിന്റെ ആചാരങ്ങൾ പ്രകാരം അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ശിഷ്യൻ. അപ്പൊ ഗുരു കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഞാൻ ആ യുവതീനെ അന്ന് തന്നെ അവിടെ ഇറക്കി വെച്ചു, നീ എപ്പോഴും അത് മനസ്സിൽ നീ എപ്പോഴും അത് ചുവന്നുകൊണ്ട് നടക്കാണോ എന്നാണ് ചോദിച്ചു. ഞാൻ ആ യുവതീനെ അവിടെ തന്നെ ഇറക്കി വെച്ച് ഞാൻ അങ്ങോട്ട് പോന്നു, പിന്നെ ആ യുവതീനെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല, നീ എപ്പോഴും ആ യുവതീനെ മനസ്സിൽ കൊണ്ട് നടക്കാണോ? നിങ്ങൾക്ക് ആ സാരാംശം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മളിൽ പലരും പണ്ട് നടന്ന പല സംഭവങ്ങളും കൊണ്ട് നടക്കുകയാണ് നമ്മുടെ മനസ്സിനകത്ത്. പണ്ട് നടന്ന ഫെയിലിയർ, പണ്ട് നടന്ന റിജക്ഷൻ, പണ്ട് നമ്മൾ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പണ്ട് നടന്ന സാമ്പത്തികമായിട്ടുള്ള നഷ്ടം, ഏതെങ്കിലും ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന വേദന, അല്ലെങ്കിൽ പല കുറ്റബോധം, അല്ലെ പണ്ടുണ്ടായിരുന്ന നാണക്കേട്, ഇതൊക്കെ മനസ്സിൽ ഒരു ഭാരമായിട്ട് കൊണ്ടു നടക്കുക. ആ ഗുരു ചോദിച്ച മാതിരി ഇതൊക്കെ അവിടെ ഇറക്കി വെക്കേണ്ടി പിന്നെയും നമ്മൾ താങ്ങിക്കൊണ്ട് നടക്കണം. അതൊക്കെ കഴിഞ്ഞു, ഇപ്പോഴും അത് മനസ്സിൽ ഇങ്ങനെ കൊണ്ടുകൊണ്ട് നടക്കുകയാണ്, ഒഴിവാക്കാൻ പറ്റുന്നില്ല. അത് നമ്മുടെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഭാരം അത് ചുവന്നുകൊണ്ട് നടക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും അത് സ്വാധീനിച്ചുകൊണ്ടിരിക്കുക, ഈ ചിന്തകളും ഈ പ്രവൃത്തികളും ഒക്കെ. അപ്പോൾ ഈ സാധനം കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് ഒരിക്കലും സ്വസ്ഥമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഈ മനസ്സിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് പ്രസന്റ് നൗല് നമുക്ക് ഒരു കാര്യം നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയാം. ഒരു വ്യക്തിക്ക് ബിസിനസ് തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്, പക്ഷെ പണ്ട് എപ്പോഴോ ബിസിനസ് ചെയ്ത സമയത്ത് തോറ്റിട്ടുണ്ട്, ഫെയിലിയർ ആയി. അപ്പൊ ഇയാൾ ഇത് തുടങ്ങുന്ന സമയത്ത് ഇയാളുടെ അകത്തിരുന്ന് ഒരാളിരുന്ന് പറയും, അയ്യോ നീ പണ്ട് തോറ്റത് നീ മറന്നോ, ഇനിയും നീ തോറ്റിട്ടുണ്ടെങ്കിൽ നാണക്കേടായിരിക്കും, അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട. ആൾക്കാർ പറയും നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറയും. തുടങ്ങുന്നതിന് മുമ്പേ അയാൾ ഇതൊക്കെ ഉള്ളിൽ നടക്കും, അയാൾ ചെയ്യില്ല. അപ്പൊ എന്താണ്, നമ്മുടെ ഇപ്പോഴത്തെ അവസരങ്ങളെ പണ്ട് നടന്ന സംഭവങ്ങൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതാണ് പലരുടെയും ഇപ്പോഴത്തെ പ്രശ്നം. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിന് പ്രതികരിക്കില്ല, പഴയ ഓർമ്മകളാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രതികരണങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ ഓർമ്മകളും പണ്ടുണ്ടായ സംഭവങ്ങളൊക്കെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നേരത്ത് നമ്മൾ ചെയ്യേണ്ട, ഇപ്പൊ ഈ നിമിഷത്തിൽ നമ്മൾ ചെയ്യേണ്ടതിനെ സ്വാധീനിക്കുന്നത് ആരാണ്? നമ്മുടെ പഴയ പ്രവൃത്തികൾ. നമ്മുടെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ടീച്ചർ മാത്രമായിരിക്കണം. എന്ന് വെച്ചാൽ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക, മുന്നോട്ട് പോവുക. അല്ലാതെ അത് മൊത്തം എടുത്ത് കൈപിടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അതിൽ സാരാംശം എടുക്കുക, ജീവിതം എന്താണ് പാഠം ഉൾക്കൊള്ളാന്ന് വെച്ചാൽ ആ പാഠം ഉൾക്കൊള്ളുക, അത് അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്നതിന്റെ അപ്പുറത്തേക്ക് അത് ടീച്ചറിന് മാറി ജയിലറാവാണ് ചെയ്യുന്നത്. അതിന്റെ ആ ജയിലിൽ നമ്മൾ പെട്ടുപോവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് നമ്മൾ പാഠങ്ങൾ മാത്രമാണ്, അല്ലാണ്ട് വേദനയും കൊണ്ട് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോഴത്തെ വേദനകളോ അവിടുത്തെ ഭാരങ്ങളോ ഒന്നും
നമ്മൾ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞു. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല അതിന്റെ മുകളിൽ പോയിട്ട്. നമുക്ക് പോയിട്ട് അത് മാറ്റാനോ ബാക്ക് അടിച്ച് പോയിട്ട് റിവൈൻഡ് അടിച്ച് പോയിട്ട് മാറ്റാനോ ഒന്നും കഴിയില്ല. നടന്നത് നടന്നു, അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് മനുഷ്യനായ ഒരാൾക്ക് ഒന്നും ചെയ്യാനില്ല. ആൾക്ക് അതേ ചെയ്യാനുള്ളൂ. അത് അംഗീകരിക്കുക. ഒന്നും ചെയ്യാനില്ല. ഒരു വണ്ടി നമ്മൾ ഒരാളുടെ മേത്ത് എവിടെയും കൊണ്ട് ഇടിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അല്ല അയാൾ റോഡിനെ കുറുകെ ചാടിയില്ലായിരുന്നെങ്കിൽ, മറ്റാൾ നേരെ വന്നിരുന്നെങ്കിൽ എന്നൊന്നും ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. സംഭവിച്ചു, ഇനി എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുക എന്നതിന്റെ അപ്പുറത്തേക്ക് അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ചിന്തിച്ചിട്ട് ഒരു കാര്യമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ പഴയത് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക, മുന്നോട്ട് പോവുക. അതിനെ നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം എടുക്കുക, അല്ലാണ്ട് ഐഡന്റിറ്റി ആയിട്ട് മാറ്റരുത്. പണ്ട് നടന്ന സംഭവങ്ങളെ നമ്മളുടെ എക്സ്പീരിയൻസ് ആക്കുക, അല്ലാണ്ട് ഐഡന്റിറ്റി ആക്കരുത്. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷെ ഇത് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമല്ല. നമുക്ക് പറയാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പണ്ടാരും പറഞ്ഞ് ഫിലോസഫി ഒക്കെ പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമില്ല എന്ന് പറയും. അത് വളരെ കറക്റ്റാണ്. ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമില്ല, പറയാൻ ഭയങ്കര എളുപ്പമാണ്. നീ അങ്ങോട്ട് മറന്നുകളാ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് മറക്കാൻ പറ്റുമോ? പല കാര്യങ്ങളും നമുക്ക് വലിയൊരു മുറിവുണ്ടായി, പോട്ടെ സാരില്ല, വേദനയ്ക്ക് ഉണ്ട്, സാരില്ല എന്നൊക്കെ പറഞ്ഞാൽ വേദന നമ്മൾ അനുഭവിക്കണ്ടേ? അപ്പൊ നമുക്കത് മറന്നോ നമ്മൾ പറഞ്ഞാലും മറക്കാൻ പറ്റുമോ? അവിടെയാണ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കണം. കാരണം അതിന്റെ ഉള്ളിൽ എന്താണെന്നറിയോ, ഒരു ഇമോഷണൽ പ്രിന്റ് കിടക്കുന്നുണ്ട്. ഉപബോധ മനസ്സിൽ ഒരു ഇമോഷണൽ പ്രിന്റ് അവിടെ ചെയ്തിട്ടുണ്ട്. സംഭവം മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഇമോഷൻസ് അവിടെ ഇംപ്രിന്റ് ആയിട്ടുണ്ട് ഉപബോധ മനസ്സിൽ. അതിനാണ് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പല മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യാം. NLPയിലൊക്കെ ഒരുപാട് മെത്തേഡുകളുണ്ട് ഇതൊക്കെ നമുക്ക് ഹീൽ ചെയ്യാനായിട്ട്. ഇത് ആവശ്യമാണ്. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഭാരങ്ങൾ നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. ഇത് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കിടക്കുന്ന പഴയ വേദനകൾ ഒഴിവാക്കാണ്ട് നമുക്ക് പുതിയ ഗോളൊന്നും സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് ചിലപ്പോൾ തയ്യാറാവില്ല. ഈ പറഞ്ഞ പ്രോഗ്രാമിംഗ് പോലെ ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഫ്യൂച്ചർ ആങ്സൈറ്റിയിൽ പെട്ട ഒരു മനസ്സിന്റെ കാര്യം നോക്കാം. ഫ്യൂച്ചറിൽ നടക്കുന്ന ഉത്കണ്ഠ അല്ല ആങ്സൈറ്റി എന്നാണ് പറയാം. അപ്പൊ നമ്മൾ ഫ്യൂച്ചർ പ്ലാനിങ് നല്ലതാണ്. നമ്മൾ നാളെ എന്ത് വേണം, നാളെ എങ്ങനെയായിരിക്കണം, നാളത്തെ ദിവസം എങ്ങനെയായിരിക്കണം ഒക്കെ പ്ലാൻ ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഗോൾ സെറ്റ് ചെയ്യുന്നതും നല്ല കാര്യമാണ്, വിഷൻ ഉള്ളതും നല്ല കാര്യമാണ്. പക്ഷെ ഫ്യൂച്ചർ ആങ്സൈറ്റി എന്ന് പറഞ്ഞ സാധനം ഭയങ്കര അപകടം പിടിച്ച സാധനം. ഉത്കണ്ഠ, അയ്യോ നടക്കുമോ നടക്കില്ലേ എന്ന് ഒക്കെ ഉള്ള ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഉത്കണ്ഠ ഉണ്ടല്ലോ പലർക്കും. ചിലർക്ക് കുട്ടി ജനിക്കുമ്പോൾ തന്നെ അതിന് കല്യാണം കഴിപ്പിക്കേണ്ട കാര്യമായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുക. കുട്ടി ജനിച്ച 6 മാസമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുക അതിന്റെ കല്യാണം വരുമ്പോൾ എന്ത് ചെയ്യും, എന്തൊക്കെ ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് ചിന്തിക്കുന്ന എത്രയോ ലേഡീസ് ഉണ്ട്. ഇതിനെയാണ് ഫ്യൂച്ചർ ആങ്സൈറ്റി എന്ന് പറയുക. ഇത് ഭയങ്കര അപകടം പിടിച്ച സാധനം.